നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ജ്യോതിഷ് വിഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് 2025 സെപ്റ്റംബർ 24, മലയാള മാസം കന്നി 7, കൊല്ലവർഷം 1201 ആണ്ട്. അശ്വതി. തൊഴിലും സാമ്പത്തിക രംഗത്തും നല്ല പുരോഗതി ഉണ്ടാകും. പഠനത്തിൽ ശ്രദ്ധയുയരുന്നു. ആരോഗ്യത്തിന്മേൽ ചെറിയ ക്ഷീണമുണ്ടാകാം. പരിഹാരത്തിനായി ദുർഗാദേവിയുടെ പൂജനയും അർച്ചനയും ചെയ്യുക. ഭരണി. ധനകാര്യ കാഴ്ചയിൽ ഗുണകരം. പഴയ നഷ്ടങ്ങൾ വീണ്ടെടുക്കാം. വാക്കുകളിൽ അമിത ചൂട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി വിഷ്ണു സഹസ്രനാമം ജപിക്കുക. കാർത്തിക. തൊഴിലും ബിസിനസ്സിലും നല്ല നേട്ടങ്ങൾ ലഭിക്കും. യാത്രയിൽ ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ്. പരിഹാരത്തിനായി ഹനുമാൻ ചാലീസ പാരായണം ചെയ്യുക. രോഹിണി. സാമ്പത്തിക വളർച്ചയുണ്ടാകും. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനാകും. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക. പരിഹാരത്തിനായി കൃഷ്ണപൂജയും ലോഭനിയന്ത്രണവും. തിരുവാതിര. സാമൂഹിക കുടുംബ മേഖലയിൽ നേട്ടമുണ്ടാകും. യാത്രയിൽ സുരക്ഷ ഉറപ്പാക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി ശിവനാമം ജപിക്കുക. പൂയം. കുടുംബ സൗഹൃദം, സന്തോഷകരമായ വാർത്തകൾ എന്നിവയുണ്ടാകും. കടബാധ്യതയിൽ നടപടിയെടുക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി ദക്ഷിണാമൂർത്തി സ്തുതി ചൊല്ലുക. ആയില്യം. മാനസിക സമാധാനം, ആത്മവിശ്വാസം എന്നിവ വർദ്ധിക്കുന്നു. ജോലിയിൽ സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി നാഗദേവരെ പൂജിക്കുക. മകം. ധനപരിശോധനയിൽ നേട്ടം ലഭിക്കും. പുതിയ അവസരങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത വേണം. പരിഹാരത്തിനായി സൂര്യ നമസ്കാരം ചെയ്യുക. പൂരം. വിദ്യാഭ്യാസ തൊഴിൽ രംഗത്ത് വളർച്ചയുണ്ടാകും. വീട്ടിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി അമ്മവാരങ്ങളെ ആദരിക്കുക. ഉത്രം. ജോലി അല്ലെങ്കിൽ ബിസിനസ്സിൽ സഹായം ലഭിക്കും. അംഗീകാരം തേടിയെത്തും. അമിത ചെലവുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അത്തം. സൃഷ്ടിപരമായ ആശയങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. സുഹൃത്തുക്കളുമായി തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി കൃഷ്ണനാമം ജപിക്കുക. ചോതി. ആത്മവിശ്വാസം ഉയരും. ലക്ഷ്യങ്ങൾ സ്പഷ്ടമാകണം. പഴയ പ്രശ്നങ്ങൾ വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട്. പരിഹാരത്തിനായി ദുർഗാസ്ത്രോത്രം ചൊല്ലുക. വിശാഖം. ധനകാര്യ കരിയർ രംഗത്ത് മുന്നേറ്റം ലഭിക്കും. അനാവശ്യ ഇടപാടുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി ഗുരുവിനെ ആരാധിക്കുക. അനിഴം. വ്യാപാര രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും. സുഹൃത്തുക്കളുമായി വാക്കുകളിൽ ജാഗ്രത പുലർത്തുക. പരിഹാരത്തിനായി സുബ്രഹ്മണ്യ സ്വാമി പൂജ ചെയ്യുക. മൂലം. മാനസിക സമാധാനം ഉണ്ടാകും. ആത്മവിശ്വാസം വർദ്ധിക്കും. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. പരിഹാരത്തിനായി വിഷ്ണു പൂജ ചെയ്യുക. ഉത്രാടം. വിദേശയാത്രയ്ക്കുള്ള അവസരങ്ങൾ ഉണ്ടാകും. പഴയ പ്രശ്നങ്ങൾ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. പരിഹാരത്തിനായി ദക്ഷിണാമൂർത്തി സ്തുതി ചൊല്ലുക. അവിട്ടം. പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ അനുയോജ്യമായ ദിവസമാണ്. യാത്രയിൽ ജാഗ്രത പുലർത്തണം. പരിഹാരത്തിനായി ഹനുമാൻ ചാലീസ ചൊല്ലുക. ചതയം. തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് രംഗത്ത് ഗുണകരമായ പുരോഗതി ഉണ്ടാകും. ചിലവുകൾ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി ശനിദേവനെ ആരാധിക്കുക. പൂരുരുട്ടാതി. ആത്മവിശ്വാസം ഉയരും. അവസരങ്ങൾ ലഭിക്കും. സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി കൃഷ്ണനാമം ജപിക്കുക. ഉത്രട്ടാതി. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. പരിഹാരത്തിനായി ഗുരുവിനെയും പിതൃകർമ്മങ്ങളെയും ആദരിക്കുക. രേവതി. സാമ്പത്തിക വളർച്ചയും മനസ്സിലുണ്ടാകുന്ന സമാധാനവും ഉണ്ടാകും. അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി ഗണപതി ഹോമം നടത്തുക. ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. ജനന സമയവും കൂറും അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസം വരാം. കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. ശുഭദിനം.